ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്ക് മന്തി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മന്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അത് ഞാൻ ചിക്കനെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വാരച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചിക്കന് മസാല പുരട്ടി വെക്കാനായിട്ട് പാടുള്ളൂ. മാത്രമല്ല, മന്തി തയ്യാറാക്കുമ്പോൾ നമ്മൾ മസാല 1 മണിക്കൂറെങ്കിലും മസാലയൊക്കെ വെച്ചിട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വെള്ളം തിളപ്പിക്കുന്ന സമയത്താണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1.5 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് എരിവോ മസാലകളോ ഒന്നും തന്നെ മന്തിയിൽ ചേർക്കില്ല. ഇതാണ് മെയിനായിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കാണ്. അപ്പോൾ അങ്ങനെ ആരും മന്തിയിൽ ക്യാപ്സിക്കം ചേർക്കാറില്ല. അപ്പോൾ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് ഉടഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പുതിന, മല്ലിയില നന്നായിട്ട് ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം പൊടിച്ചിട്ടാണ് കേട്ടോ, നമ്മൾ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ക്യൂബും കൂടെ ചേർക്കുന്നുണ്ട്. മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇപ്പോൾ ഞാൻ 4 കട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തം 2.5 അതായത് 2.5 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റിൽ 2 എണ്ണം വീതം ഉണ്ടാവുമല്ലോ. അങ്ങനെ 5 കട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളറ് ഇവിടെ റെഡ് കളറും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നിർബന്ധവും ഇല്ല, അല്ലാതെ തന്നെ മന്തിക്ക് നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഞാൻ വീഡിയോക്ക് കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു 1/4 ചെറിയ ഒരു ബൗളിൽ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. മാത്രമല്ല, ഇതിൽ ഉപ്പിടേണ്ട ഒരാവശ്യം വരുന്നില്ല, കാരണം ചിക്കൻ ക്യൂബിൽ തന്നെ നന്നായിട്ട് ഉപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വീണ്ടും ഇത് ഒരേ നിരപ്പിൽ പാത്രത്തിൽ നിരടി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ക്യൂബിൻ്റെ ഒരു കുറച്ചുകൂടി കുറവ് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ 5 കട്ട മൊത്തം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ അരിയാണ് എടുക്കുന്നത്. അരി ഞാൻ നീളമുള്ള അരിയാണ് എടുക്കുന്നത്. നമുക്ക് മന്തിക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ അരി വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അരി ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ 1 മണിക്കൂർ അതും ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാൻ മുഴുവനായിട്ടുള്ള, അതായത് ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളക്, അതേപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ 2 പച്ചമുളക് അങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു നിർബന്ധമില്ല, നമുക്കൊരു മുളകിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് അതിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളൊരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഈ അരി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് വാർത്തിട്ട് അങ്ങനെ 1 മണിക്കൂറാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഞാനിത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് 2 ഭാഗവും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ അരിയും കൂടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതാ ഏകദേശം ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഇതിൽ കിടന്നിട്ട് തന്നെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ഒട്ടും നിർബന്ധമില്ല, നമുക്ക് കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഇത് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓൾറെഡി വെന്തതാണ് നമ്മുടെ മസാലയിൽ കിടന്നിട്ട്. ഇത് ഒരു നിർബന്ധവും ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 90%, 99 എന്ന് തന്നെ പറയാം, അരി അത്യാവശ്യം നല്ല വെന്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം ഇതിന് പിന്നെ കൂടുതൽ സമയം ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ അരി എല്ലാം തന്നെ ചോറ് വെന്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല വേണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു മന്തിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ കേട്ടോ.
ഇങ്ങനെ സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് പച്ചമുളക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടെ അതിൽ നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് മന്തി തയ്യാറാക്കാം. ഇങ്ങനെ ഫ്രൈയും കൂടെ ചെയ്യുന്നില്ലെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു സ്മോക്കി സ്മെല്ല് കിട്ടാനായിട്ട് ഞാനൊരു ചാർക്കോളിൻ്റെ പീസും കൂടെ കത്തിച്ചിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ച് വെക്കുക. അപ്പോൾ ആ സ്മോക്കി സ്മെല്ലും കൂടെ വന്നാലാണ് മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്കൊരു സലാഡ് തയ്യാറാക്കുന്നുണ്ട്. അതാണ് തക്കാളി, സവാള, അതേപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ അതേപോലെ തന്നെ കുക്കുംബർ, എന്നിട്ട് അല്പം സുറുക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നിരടി കൊടുക്കുക കേട്ടോ. ഇത്രയും മതി. പച്ചമുളകും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മന്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ.